ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ക്യാപ്റ്റന്മാരെ വലിച്ചു കയറി ഒട്ടിച്ചിരിക്കുകയാണ് വീട്ടുകാർ. എന്താണ് സംഭവം പറയാം. ഷാനവാസും നെവിനും തമ്മിൽ ലൈവിനകത്ത് ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. തെറിവിളിയും കാര്യങ്ങളൊക്കെ വരെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ലൈവിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഡേ 81 രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. രാവിലെ 6:30 ആകുമ്പോൾ തന്നെ നമ്മുടെ ആദിൽ എഴുന്നേറ്റ് വരുന്നു. എഴുന്നേറ്റ് വന്നിട്ട് ആദിൽ നേരെ കിച്ചണിലേക്കാണ് വരുന്നത്. അപ്പോൾ കിച്ചണിൽ വരുന്ന സമയത്ത് അവിടെ കിച്ചണിൽ പാലില്ല. അപ്പോൾ അനീഷ് അവിടെ വന്നതുകൊണ്ട് അപ്പോൾ അനീഷ് പറയുന്നു, എവിടെ പോയി പാലെടുത്ത് ഇവരൊക്കെ ഉപയോഗിച്ചോ, റേഷനല്ലേ, എന്തിനാണ് ഇതൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ അനീഷ് ചോദിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് അനു വരുന്നുണ്ട്. ഇതേ സമയം അനു വരുന്നു. അനു വന്നിട്ട് ഷാനവാസ് അവിടെ നിൽപ്പുണ്ട്. ഷാനവാസിനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്, ഇതെന്താ പാത്രമൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, ഇവിടെ രാത്രി എന്തെങ്കിലും ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയെങ്കിൽ പോട്ടെ, ഉണ്ടാക്കി കഴിച്ചോട്ടെ, അത് കുഴപ്പമില്ല, കഴുകി വെച്ചൂടെ, ഇവരുണ്ടാക്കുന്ന സാധനം എന്തെങ്കിലും ഇവർ അറ്റ്ലീസ്റ്റ് ഒന്ന് കഴുകി വെച്ചൂടെ, ഇത് കഴുകി വെക്കാനാണോ നമ്മളിവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു ഷാനവാസിനോട് നമ്മുടെ അനു പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അനീഷും നമ്മുടെ ഷാനവാസും കൂടി ഒന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടുപേരും കൂടി ഒന്ന് സംസാരിക്കുന്നു. ഈ വിഷയം തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഫുഡ് ഇന്നലെ രാത്രി ഉണ്ടാക്കി തന്നിട്ടില്ല, നമ്മളെ എത്ര നേരമായിട്ട് പട്ടിണിക്കിട്ടിരിക്കുകയാണ്. 2 നേരം, അതായത് ഈ 80 ദിവസമായിട്ട് ആദ്യമായിട്ടാണ് 2 നേരം ആഹാരം കിട്ടുന്നത്, രാത്രിയും ഉച്ചയ്ക്കും. രാത്രി നമുക്ക് ഫുഡ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ജയിൽ നോമിനേഷൻ വരട്ടെ, കാണിച്ചു കൊടുക്കാമെന്ന് 2 പേരും കൂടി പ്ലാൻ ചെയ്യുന്നത്. 2 പേരല്ല, വീട്ടുകാർ മൊത്തം അങ്ങനെ പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അനീഷും ഷാനവാസും കൂടി ഒന്ന് സംസാരിക്കുന്നു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, നമ്മുടെ ജയിൽ നോമിനേഷൻ വരട്ടെ, ഇപ്പോൾ ഒന്നും മിണ്ടാൻ പോകണ്ട, മിണ്ടാതിരിക്കുക, എന്താ ഇവർ ചെയ്യുന്നതെന്ന് നമുക്കറിയാലോ എന്ന് പറഞ്ഞിട്ട് അവർ മിണ്ടാതിരിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം രാവിലെ 8 മണിയാകുന്നു. രാവിലെ 8 മണിക്ക് തന്നെ മോർണിംഗ് സോങ് വരുന്നു. ഇന്നത്തെ മോർണിംഗ് സോങ് എന്ന് പറയുന്നത് അണ്ടണ്ടക്ക കൊണ്ടക്കാരി റണ്ടക്ക 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 അച്ചുവെള്ള കൊണ്ടക്കാരി റണ്ടക്ക റണ്ടക്ക റണ്ടക്ക, ആ പാട്ടാണ്, നമ്മുടെ അനിൽത്തെ പാട്ടാണ് മോർണിംഗ് സോങ് ആയിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ നെവിൻ, ആര്യൻ, അക്ബർ ഇവർ 3 പേരും റൂമിനകത്ത് സുഖനിദ്രയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. മോർണിംഗ് സോങ് കേട്ടിട്ട് പോലും ഇവർ പുറത്തേക്ക് വന്നിട്ടില്ല. അവർ തന്നെ റൂമിനകത്ത് അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പെറ്റ് കിടക്കാന്ന് പറയില്ല, അതുപോലെ പെറ്റ് കിടക്കുന്നു. അപ്പോൾ അങ്ങോട്ട് നൂറ വരുന്നുണ്ട് ചോദിക്കാനായിട്ട്. അപ്പോൾ നൂറ വരുന്നു രാവിലെ തന്നെ. അപ്പോൾ നൂറ ചോദിക്കുന്നു, എന്താണ് ആഹാരം തരാത്തത്, നമുക്ക് ഇന്നലെ രാത്രിയും ആഹാരം തന്നിട്ടില്ല, നിങ്ങൾ ഒരു ക്യാപ്റ്റൻ അല്ലല്ലോ, 3 ക്യാപ്റ്റന്മാരുണ്ട്, നിങ്ങൾക്ക് 3 പേർക്കും ആഹാരം തരാൻ അറിഞ്ഞൂടെ, എന്താണ് നിങ്ങൾ ഇവിടെ കാണിക്കുന്നത്? 80 ദിവസമായിട്ട് ഒരു ദിവസം പോലും ആഹാരം മുടങ്ങിയിട്ടില്ല, ആദ്യമായിട്ടാണ് ആഹാരം മുടങ്ങുന്നത്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, അത് ഇന്നലെ വൈകുന്നേരം നമ്മൾ 7, 7, 8 മണിയൊക്കെ ആയപ്പോഴല്ലേ കഴിച്ചത്, പിന്നെ ഇവിടെ ചോദിക്കുന്നവർക്ക് കൊടുക്കാമെന്ന് കരുതി എന്ന് പറയുന്നു. അപ്പോൾ തന്നെ നൂറയ്ക്ക് പൊട്ടുന്നു, നൂറ ദേഷ്യപ്പെടുന്നു. അപ്പോൾ നൂറ പറയുന്നു, നിങ്ങൾ ചോദിച്ചാൽ മാത്രമേ നമുക്ക് ആഹാരം തരത്തുള്ളൂ, ചോദിക്കാതെ തരാൻ പറ്റത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നൂറ ഷൗട്ട് ചെയ്യുന്നുണ്ട്. കൂടെ ആദിലയും കൂടുന്നുണ്ട്. അപ്പോൾ ആര്യൻ ഇതിൽ ഇടപെടുന്നു. ആര്യൻ പറയുന്നു, ഇവിടെ എന്തിനാ ഇങ്ങനെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്, എന്താണ് കാര്യം, ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ പോരെ, ഉണ്ടാക്കി തരത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ കടന്ന് കയർക്കാൻ തുടങ്ങി. നമ്മൾ ഇന്നലെ 3 പേരും കൂടെ കുറേ കഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ നൂറ പറയുന്നു, നമുക്കതറിയേണ്ട കാര്യമില്ല. അപ്പോൾ അനീഷ് ഇതിലിടപെടാനാണ് ചെയ്യുന്നത്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, തികച്ചും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്തത്. ഇന്നലെ ടാസ്ക് ചെയ്യാൻ പോയത് 3 പേര് വെച്ചിട്ടാണ് ഉച്ച മുതൽ, അങ്ങനെയല്ലേ പോയത്, എല്ലാം കൂടെ പെറ്റ് കിടക്കാനല്ലല്ലോ കയറിപ്പോയത്, 3 പേര് വെച്ചാണ് പോയത്. അപ്പോൾ ഇവിടെ കിച്ചണിൽ ആളുണ്ടായിരുന്നു, നിങ്ങൾക്ക് അന്നേരം ഫുഡ് ഉണ്ടാക്കി വയ്ക്കാമായിരുന്നു, നിങ്ങൾ അത് ചെയ്തില്ല. ടാസ്ക് എല്ലാം കഴിഞ്ഞ് 6:30 ആയപ്പോഴാണ് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയത്. ഫുഡും തന്നത് ആ സമയത്തൊക്കെയാണ് എന്ന് വെച്ച് രാത്രി നിങ്ങൾ ഡിന്നറൊന്നും തരത്തില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ. അപ്പോൾ നെവിൻ പറയുന്നു, ഇവിടെ ആർക്കൊക്കെയാണ് വിശന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസിക്ക, നിങ്ങൾക്ക് വിശന്നോ? അപ്പോൾ ഷാനവാസ്, എനിക്ക് വിശന്നൊന്നുമില്ല, കാണിച്ച സെറ്റാണ് എന്ന് പറയുന്നു. അപ്പോൾ അക്ബർ എല്ലാം സമ്മതിക്കുകയാണ്, കുറ്റസമ്മതം നടത്തുകയാണ്, തെറ്റ് മനസ്സിലായി എന്നൊക്കെ പറയുന്നു, സോറി എന്നും പറയുന്നുണ്ട്. അക്ബർ സമ്മതിക്കുന്നു, അക്ബറിന് മനസ്സിലായി ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കത്തില്ല എന്നുള്ളതൊക്കെ. അപ്പം അതിൻ്റെ ചൊല്ലിയിട്ട് ഭയങ്കര വിഷയം, രാവിലെ തന്നെ ഭയങ്കര വിഷയം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയമാവുകയാണ് ചെയ്യുന്നത്. അതൊരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് മോർണിംഗ് ആക്ടിവിറ്റി വരുന്നത്. ഒരു വളരെ സിമ്പിളായിട്ടുള്ള മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആദ്യം ഫോൺ വിളിക്കുന്നത് ആരെയാകും, എന്താണ് കാരണം, എന്താണ് സംസാരിക്കുന്നതൊക്കെ ചോദിക്കുന്നതാണ് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കുന്നത്.
എൻ്റെ പൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് കരഞ്ഞു മെഴുകി ഓവറാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറാക്കുന്നുണ്ട്. അതിനുശേഷം ആണ് നമ്മുടെ എല്ലാവരും കൂടി നോർമൽ സംസാരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അടുത്ത ടാസ്ക് എപ്പോൾ വരും, ഇനി എപ്പോൾ എന്താകും, ഇനിയിപ്പോൾ 4 ടാസ്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ ഷാനവാസും നമ്മുടെ അക്ബറും അതുപോലെ തന്നെ നെവിനൊക്കെ തമ്മിലുള്ള ആ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെ മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ നെവിൻ കിച്ചൺ എന്നിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷാനവാസ് അവിടെ ഉണ്ട്, അക്ബർ അവിടെ ഇരിപ്പുണ്ട് തൊട്ടപ്പുറത്ത്, പിന്നെ നെവിൻ കിച്ചണിൽ കുക്കിംഗ് പാചകത്തിലാണ്. അപ്പോൾ ഷാനവാസ് എന്താ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഷാനവാസ് ചോദിക്കുന്നു കറി എത്ര എണ്ണമായി എന്നോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നെവിൻ പറയുന്നുണ്ട് എടോ നമ്മൾ ഉണ്ടാക്കി അങ്ങോട്ട് തരും, നിങ്ങൾ അങ്ങോട്ട് ചെയ്താൽ മതി കേട്ടോ, കഴിച്ചാൽ മതി, പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഷാനവാസ് കഞ്ഞി ഉപ്പിട്ട് തന്നാലും നമ്മൾ കഴിക്കും, അതിന് വേറെ വിഷയമൊന്നുമില്ല. പക്ഷേ ഇവിടെ 3 പേരുണ്ടായിട്ട് ഒരാൾ അക്ബർ ഇവിടെ റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നെവിൻ അവിടെ കടന്ന് പണിയെടുക്കുന്നു. നിങ്ങൾ 2 കറി ഉണ്ടാക്കി എന്നല്ലേ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് പറയുന്നുണ്ട്. അപ്പം നെവിൻ പറയുന്നുണ്ട് എടോ കിച്ചൺ ടീം നമ്മളാണോ, നമുക്കറിയാമോ എന്ത് ചെയ്യണമെന്ന്, താൻ ഇവിടെ കയറി ഭരിക്കാനൊന്നും വരണ്ട കേട്ടോ, താൻ ഇവിടെ എന്താ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് നെവിൻ തുടങ്ങി കയർക്കൽ. ഒരു ടാസ്കെങ്കിലും താൻ ജയിച്ചോ, താൻ ഇവിടെ എന്താ കാണിക്കുന്നത്, താൻ കുറേ മീശപരിയും കുറേ മാസ് ഡയലോഗും അതൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ, എന്നോട് വേണ്ട. അപ്പോൾ ഷാനവാസിന് അപ്പം തന്നെ പൊട്ടുന്നു. ഷാനവാസ് നേരെ കയറി റിയാക്ട് ചെയ്യുന്നു. ഷാനവാസ് പറയുന്നു നീ ഇവിടെ എന്താ ചെയ്യുന്നത്, മോഷ്ടിക്കലോ കക്കലോ, എടാ പോയി മര്യാദ പഠിക്കടാ മര്യാദ. അപ്പോൾ നെവിൻ മര്യാദയോ, ഷാനവാസ് എന്നെ മര്യാദ പഠിപ്പിക്കല്ലേ, എനിക്കറിയാമേ, നിങ്ങൾ എന്നെ പഠിപ്പിക്കല്ലേ, ഒരു ടാസ്കെങ്കിലും ജയിക്കണം, തളർന്നു പോകല്ലേ കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് എടാ നീ ആദ്യം മര്യാദയ്ക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക ഇവിടെ ഉള്ളവർക്കൊക്കെ കേട്ടോ, അത് ഉണ്ടാക്കി കൊടുക്കാൻ പഠിക്കും എന്ന് പറയുന്നു. ആകെയുള്ള ഫുഡ് പൊഴുത്തി വെച്ച് നീ ഇവിടെ ചെയ്യുന്നത്, കിടക്കുന്ന ഒരാൾ അക്ബർ വിളിച്ചുകൊണ്ടുപോയി പണിയെടുപ്പിക്കും എന്ന് പറയുന്നു. അപ്പോൾ അക്ബർ എന്താണ് ഷാനവാസിക്ക നിങ്ങൾ ഈ പറയുന്നത്, അവിടെ എന്താണ് ഈ പറയുന്നത്, അവിടെ നെവിൻ ഇപ്പോൾ പറഞ്ഞത് കൊണ്ടല്ലേ ഞാനിവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നു അത് പറ്റില്ല അക്ബറെ, നിങ്ങൾ 3 പേരും പോയി പണിയെടുക്ക് എന്ന് പറയുന്നു. അപ്പം നെവിനോട് പിന്നീട് നെവിനോടാണ് സംസാരിക്കുന്നത്. എടാ നീ ഇവിടെ എന്താണ് കൊടുത്തത്, മര്യാദ കാണിക്കുക മര്യാദ. അപ്പം നെവിൻ എക്സ്ക്യൂസ് മീ, എന്താണ് ഷാനവാസ്, നിങ്ങൾ ഒരു ഗെയിമെങ്കിലും ജയിച്ചോ, വലിയ ഗെയിമറാണ് പോലും, വലിയ ഗെയിമർ, താൻ ഇവിടെ എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ തുടങ്ങി ഷൗട്ട് ചെയ്യല്. ഇപ്പം പറയണം എനിക്കിപ്പോൾ അറിയണം എന്ന് പറഞ്ഞിട്ട് നെവിൻ കടന്ന് കയർക്കൽ തുടങ്ങി. അപ്പോൾ ഷാനവാസും വിട്ടുകൊടുക്കുന്നില്ല. ഷാനവാസും പറയുന്നുണ്ട് ഞാൻ എന്താ ഇവിടെ കാണിക്കുന്നതെന്ന് എനിക്കറിയാം, വ്യക്തമായി അറിയാം എന്ന് പറയുന്നു. നീ ഇവിടെ ആഹാരം കൊടുക്കാതെ എന്തിനാണ് നിൽക്കുന്നത്, ഇവിടെ ആഹാരം കൊടുക്ക് ഓരോരുത്തരോടും എന്താ നീ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിന്നെയൊക്കെ എനിക്കറിയാം മോനെ കേട്ടോ എന്ന് പറയുന്നു. അപ്പം നെവിൻ എടോ താൻ ഒരു ആർട്ടിസ്റ്റാണോ, പുറത്ത് പോകുമ്പോൾ തന്നെ 12 വർഷം കൊണ്ട് താൻ എന്താ ഉണ്ടാക്കി വെച്ചത്, അതൊക്കെ താഴെ വീണ് ഉടഞ്ഞു, എല്ലാം താഴെ വീണ് ഉടഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസിന് ഇത് കേൾക്കുമ്പോൾ ഷാനവാസിന് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഷാനവാസ് വീണ്ടും റിയാക്ട് ചെയ്യുന്നുണ്ട്. എടാ ഒന്നും പോയിട്ടില്ല, അതായത് ഒന്നും താഴെ വീണ് ഉടഞ്ഞിട്ടില്ല, ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, നീ കറി ഉണ്ടാക്ക് കേട്ടോ. അപ്പോൾ നെവിൻ സൗകര്യമില്ല, ഇന്ന് കറി ഉണ്ടാക്കുന്നില്ല, നമ്മൾ തരുന്നത് നിങ്ങൾ അങ്ങോട്ട് തിന്നാൽ മതി കേട്ടല്ലോ, തിന്നാൽ മതി. അപ്പോൾ കിച്ചൺ ടീമിനെ കയറി ഭരിക്കാൻ വരല്ലേ, നമുക്കറിയാം, ഐ ആം ക്യാപ്റ്റൻ ഓഫ് ദ കിച്ചൺ, ക്യാപ്റ്റൻ ഓഫ് ദ ബിഗ് ബോസ് ഹൗസ്. അപ്പോൾ ഷാനവാസ് എവിടത്തെ ക്യാപ്റ്റൻ, ആരുടെ ക്യാപ്റ്റൻ? അപ്പോൾ നെവിൻ താൻ ഒരു തവണയെങ്കിലും ക്യാപ്റ്റൻ ആയോടോ, താൻ ആയി കാണിക്ക് എന്ന് ഷാനവാസിനോട് പറയുന്നു. അപ്പോൾ ഷാനവാസ് ഞാൻ ഇത്രയേ ചോദിച്ചുള്ളൂ, ഈ ചോറിൻ്റെ കൂടെ കറി ഒരെണ്ണമേ ആയിട്ടുള്ളൂ, 3 പേരുണ്ടായിട്ട് 2 പേര് റെസ്റ്റ് എടുക്കുന്നു, നിങ്ങൾക്ക് പോയി കറി വെച്ചൂടെ
അപ്പോൾ നെവിൻ എടോ താൻ ഇങ്ങോട്ട് പഠിപ്പിക്കേണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് കേട്ടോ, നമ്മൾ ഉണ്ടാക്കി തരും, താൻ അതങ്ങ് കഴിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നേരെയുള്ള ഫൈറ്റാണ് പിന്നീട് നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അനീഷ് വന്നിട്ട് ഇതിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, എൻ്റെ നെവിനെ ഒന്ന് മതിയാക്ക്, എൻ്റെ പൊന്നു ഷാനവാസെ മതിയാക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നെവിൻ അനീഷിനോട് താൻ മാറി നിൽക്കോ, മാറി നിൽക്കാം അങ്ങോട്ട്, എനിക്കറിയാം ദിസ് ഈസ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ആൻഡ് ഷാനവാസ്, ഡു നോട്ട് ഇൻറ്റർപ്രറ്റ്, ഓക്കെ, മാറി നിൽക്കണോ അങ്ങോട്ട് എന്ന് പറയുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ആര്യം വന്നിട്ട് പറഞ്ഞു, ഒരു കറി ഉണ്ടാക്കി ഇരുന്നപ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടല്ലോ, ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ അവിടെ കടന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പിന്നീടാണ് ഷാനവാസിനെ നമ്മൾ പ്രമോല് കണ്ട പോലെ തന്നെ ഷാനവാസിനെ നമ്മുടെ നെവിൻ അത് പറഞ്ഞതിന് ശേഷമാണ് ഷാനവാസിൻ്റെ കുലപുരുഷൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അത് മ്യൂട്ടാണ് ലൈവിനകത്ത്, അതാണ് വിളിക്കുന്ന സംഭവം. നമ്മുടെ പ്രമോല് കണ്ട പോലെ തന്നെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അക്ബറും അനുവും തമ്മിൽ കിച്ചൺ ഏരിയയിൽ കടന്നിട്ട് വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ 4 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടിക്കറ്റ് ഫിനാലെ ടാസ്കും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയട്ടെ, അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വരും മണിക്കൂറുകളിൽ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൈവ് കണ്ടെന്താണെന്ന് തോന്നി നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.